ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ മുഖക്കുരു മാറാനും മുഖത്തെ ചുളിവുകളും അതുപോലെ ഡാർക്ക് സർക്കിൾസും മാറി മുഖം തിളങ്ങാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ് ക്യൂബ് ഫേഷ്യലിനെ കുറിച്ചാണ്. ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലെ ഓപ്പൺ പോർട്സ് ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനും സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും നല്ലതാണ്. കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക് സർക്കിൾസ് മാറാനും അതുപോലെ മുഖത്തെ ഡാർക്ക് സർക്കിൾസ് മാറാനും മുഖത്തെ ടാൻ മാറാനും ഒക്കെ ഈ ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 4 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐസ് ക്യൂബ് ഫേഷ്യലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഐസ് ക്യൂബ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബറിൻ്റെ പകുതിയാണ്. കുക്കുംബർ നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു ടോണറാണ്. കുക്കുംബറിലെ വൈറ്റമിൻ സി ഉണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനും കുക്കുംബറിന് കഴിവുണ്ട്. കുക്കുംബർ ടോണറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മുകളിലുള്ള ഐക്കാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കുക്കുംബറിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഇതൊരു അരിപ്പ വെച്ചോ അല്ലെങ്കിൽ ഒരു തുണിയിൽ പിഴിഞ്ഞോ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുക്കുംബർ ജ്യൂസിലേക്ക് 1 സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ തേനാണ്. തേൻ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി നമ്മുടെ സ്കിന്നിലെ ഡേർട്ടൊക്കെ കളയാൻ നല്ലതാണ്. അതുപോലെ പിമ്പിൾസ് വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഐസ് ട്രേയിൽ ഒഴിച്ച് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ഇത് സെറ്റായി കഴിയുമ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഒരു ദിവസം 1 ഐസ് ക്യൂബ് മാത്രം മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്കിന്നിൽ മസാജ് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ഒരു കോട്ടണിൽ ഐസ് ക്യൂബ് വെച്ചതിന് ശേഷം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. ഐസ് ക്യൂബ് ഫേഷ്യൽ നമ്മൾ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ ഓപ്പൺ പോഴ്സിലുള്ള ഡേർട്ടൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യാൻ. അതുപോലെ ഇത് രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ് മാത്രമായിട്ടും ഐസ് ക്യൂബ് ആക്കാവുന്നതാണ്. ഈ ഒരു ഐസ് ക്യൂബ് കൊണ്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ മുഖത്ത് നെറ്റിയിലൊക്കെയുള്ള ചെറിയ ചെറിയ കുരുക്കൾ മാറാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യാനും സ്കിൻ ഗ്ലോ ആകാനും നല്ലതാണ്. ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്തതിന് ശേഷം പ്രത്യേകം മോയ്സ്ചറൈസറോ ടോണറോ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കുക്കുംബർ നല്ലൊരു മോയ്സ്ചറൈസറാണ്, അതുപോലെ നല്ലൊരു ടോണറുമാണ്. നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുക്കുംബറിനുണ്ട്. ഒരു 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ നെറ്റിയിൽ ചെറിയ ചെറിയ കുരുക്കളുണ്ടായിരുന്നു. അത് ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്തതിന് ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.